ഒരൊറ്റയ്ക്കാണ്. ഓക്കെ, ഭയങ്കര രസമാണെന്ന് കാണിച്ചതിന് ശേഷം രസമല്ലേ കാണാൻ? ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ? ഇതാ അവരുടെ കണ്ണട, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവരുടെ ഇവിടെ തലയിലിരുന്ന ആ കണ്ണട ഈ മറ്റേ പുള്ളിക്കാരൻ്റെ കണ്ണിലിരിക്കുന്നു. അയാൾ ഇവരുടെ പുറകിലും കയറുന്നു. കണ്ടല്ലോ, ആ കണ്ണട മാറുന്നു, അയാൾ പുറകിൽ കയറുന്നു. ഇവരുടെ മുഖം Wi-Fi. Who's you connect? Wi-Fi. Who's you connect? ഇത് പൊഴിഞ്ഞതും എന്ത് പാടാനറിയോ? ഇതുപോലൊക്കെയുള്ള. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ജോർദാനിലെത്തിയ മലയാളി യുവതിക്ക് സംഭവിച്ചത്, റിച്ചിന് വേണ്ടിയിട്ട് ഷിംജിതയേക്കാൾ തരം താഴ്ന്ന രീതിയിൽ തരത്തിലുള്ള പെരുമാറ്റം നടത്തിയ ഒരു സ്ത്രീ എന്നതടക്കം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ വീഡിയോ വിശദമായിട്ട് വ്യക്തമായിട്ട് ഞാൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടും കൂടെ പറയാനുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് വഴിയെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ വന്നിട്ട് ഒരു 3-4 ദിവസത്തിന് കൂടുതൽ, 7 ദിവസമായി. ഞാൻ അവരുടെ ഇന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് ആദ്യം അവരുടെ ആ ഒരു യാത്രയിലുള്ള വീഡിയോ, അവർ അപമാനിക്കപ്പെട്ട വീഡിയോ കാണാം. അപമാനിക്കപ്പെട്ട വീഡിയോ ഞാൻ ചിരിച്ചുകൊണ്ട് കളിയായിക്കൊണ്ട് പറഞ്ഞതല്ല, അത് കാണാം. ഞാൻ ചോദിച്ചിട്ടില്ല, അവന് എങ്ങോണ്ട് ഓടിപ്പോയി. ഇവിടെ എന്നെ രാത്രി മുഴുക്കം നിർത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ലൊരു പയ്യനായിരുന്നു. അവൻ എൻ്റെ അടുത്ത് കുറെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു പൈസ ഇല്ലടാ, എൻ്റെ ഒരു രൂപ എടുക്കാനില്ലടാ, എന്തെങ്കിലും എടുക്കൂല. അപ്പോൾ അവന് കാർഡ് നിർത്താൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാർഡ് നടക്കാനായിട്ട് കാർഡിലെ പൈസ ആദ്യപ്പോഴേ കഴിഞ്ഞു. സംഭവം 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തിയതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് കണക്കുകളൊക്കെ വഴിയെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഞാൻ നോക്കട്ടെ, ഇവന്റെ സവാരിക്കാരനെ ഒന്ന് വിളിക്കട്ടെ. ഒറ്റയ്ക്ക് എന്നാലും പോകാൻ പറ്റില്ല, കാരണം എനിക്ക് വഴിയറിയില്ല, അതിനും വഴിയറിയുണ്ടാവില്ല. അപ്പൊ എന്റെ സവാരിക്കാരന് ഒന്ന് വരട്ടെ, എന്നിട്ട് നോക്കട്ടെ എന്താവും അവസ്ഥ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഒരു സവാരിക്കാരനെ കാത്തു നിൽക്കുന്നു. ആ സവാരിക്കാരൻ വരുന്നു. ഓക്കെ, സവാരിക്കാരനാണ് നമ്മുടെ ഇനി കഥയിലെ പ്രധാന കേന്ദ്ര കഥാപാത്രം. ഓക്കെ, Not 10 then. How can I? Come up here. ഓക്കെ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണേ, കാരണം ഇതിനകത്ത് ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് എത്ര ഉണ്ടെന്ന് കണ്ടല്ലോ. ഇതാണ് ഈ ഒരു സ്പേസിനകത്താണ് ഇരിക്കേണ്ടത്. അതിനകത്ത് ഒരാളിരിക്കുമ്പോഴുള്ള സ്പേസ്, ഒരാൾക്ക് അത്യാവശ്യം ഇരുന്ന് പോകാനുള്ള, യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം മാത്രമാണ് അതിൻ്റെ പുറമെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, കഴുതയാണ്. ഓക്കെ, ആർ യു കമ്മിങ് വിത്ത് മീ? എന്നോടൊപ്പം നിങ്ങളും കൂടെ വരുമോ? കാരണം അവർ തുടക്കത്തിൽ പറഞ്ഞു അവർക്ക് സ്ഥലം അറിയില്ല. ഓക്കെ, By walk? By walk? You? No, I ride. Slowly, huh? I'm a little bit afraid. ഇച്ചിരി ഭയത്തിലാണെന്നൊക്കെ പറയുന്നു. നിങ്ങൾ വാക്കിൽ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അവർ ഇതുവരെ വേറെ അസ്വാഭാവികത അവരുടെ ഫേസിനകത്ത് തോന്നുന്നില്ല. It's okay. No. Slowly, huh? Slowly. എൻ്റെ അല്ലാ, എനിക്ക് വയ്യ എൻ്റെ പറ്റി. രണ്ട് കൈ പിടിച്ച് ഞാൻ ഇരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കട്ടയും കൂടെ മുടങ്ങും. നോക്കിക്കേ, എൻ്റെ കൈയിൻ്റെ അടപ്പിളകി പിടിച്ചിട്ട് ചെറുതായിട്ടുണ്ട് പെയിന്. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സുഖമാണ്. കാഴ്ചയൊക്കെ കണ്ടു പോകാൻ ഭയങ്കര രസമല്ലേ കാണാൻ? ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ? ഓക്കെ, ഇവിടുന്ന് കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പ് നോക്കിക്കോ, ഒന്നുകൂടെ നമുക്ക് കാണാം. ഇവിടെ ഒരൊറ്റയ്ക്കാണ്. ഓക്കെ, ഭയങ്കര രസമാണെന്ന് കാണിച്ചതിന് ശേഷം രസമല്ലേ കാണാൻ? ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ? ഇതാ അവരുടെ കണ്ണട, ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവരുടെ ഇവിടെ തലയിലിരുന്ന ആ കണ്ണട ഈ മറ്റേ പുള്ളിക്കാരൻ്റെ കണ്ണിലിരിക്കുന്നു. അയാൾ ഇവരുടെ പുറകിലും കയറുന്നു. കണ്ടല്ലോ, ആ കണ്ണട മാറുന്നു, അയാൾ പുറകിൽ കയറുന്നു. ഇവരുടെ മുഖം, ഇവിടെ മുതൽ ഇവരുടെ മുഖം ശ്രദ്ധിച്ചാൽ ഒരു അതുവരെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം മൊത്തം നഷ്ടപ്പെട്ടവർ കാണാം. ഒന്നുകൂടെ നമുക്കത് കാണാം. കാരണം ഇവിടെ നോക്കൂ, പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സുഖമാണ്.
ഓക്കെ, ഒരു ഹാപ്പിനെസ് ഉണ്ട് അവരുടെ ഫേസിൽ. ഭയങ്കര കണ്ടോ? നെക്സ്റ്റ് നോക്കണം. രസമല്ലേ കാണാൻ? ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ? മുഖം തന്നെ മാറി, പുറകിൽ ആള് കയറി. ഓക്കെ, അപ്പോഴും ചുറ്റുപാട് വീഡിയോസൊക്കെ അവർ എടുക്കുന്നുണ്ട്. Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. ആ സമയത്തും പുള്ളിക്കാരൻ അവിടെ ഇവിടെ വിളിച്ചിട്ട് സീനറികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. Monastery behind it. Oh, okay. Yeehaw! What's your name? Jana. Dana. Your to name? meet you. Wi-Fi. Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? അവർ പേര് ഞാനിവിടെ തൽക്കാലം പറയുന്നില്ല, കാരണം ഈ യൂട്യൂബിൻ്റെ ഒരു പോളിസി പ്രകാരമൊക്കെ ചില വാക്കുകൾ കേട്ടാൽ തന്നെ അത് നല്ല പണി കിട്ടുന്ന കേസാണ്. വൈഫൈ സംതിങ് കണക്ട് എന്ന് കാണിക്കുന്നുണ്ട്. എന്തോ സംതിങ് കണക്റ്റ്. ഓക്കെ, അത് എന്ത് കണക്റ്റ് ആണെന്നുള്ള കാര്യം അത് മനസ്സിലാക്കാനുള്ളവർക്ക് മനസ്സിലായി കാണും. അപ്പോൾ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ആളുടെ വർത്തമാനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉള്ളൊരു സ്ട്രെയിൻ ബിഹേവിയർ ഉണ്ട്. ഓക്കെ, This is my nickname. Okay. What's your real? ദിസ് ഈസ് മൈ നിക് നെയിം. എൻ്റെ നിക് നെയിമാണ്. അതായത് ഒരു സ്ത്രീയെ കണ്ട് ചില ആൾക്കാർക്ക് നമ്മൾ ചില സമയങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില സ്ത്രീകൾ നടന്നു പോകും, അവർ അത്യാവശ്യം നല്ല നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇച്ചിരി മോഡേണൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മോഡേൺ ആവണമെന്നൊന്നുമില്ലെന്നേ. നടക്കുമ്പോൾ ഒരു പ്രീ ജഡ്ജ്മെൻ്റൽ സെറ്റപ്പ് ഉണ്ട്. ഇവള് മറ്റതാണ്, കിട്ടും, സെറ്റാണ് എന്നുവെച്ചാൽ അവർ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇവിടെ വേറെ ആൾക്കാർ വേറെ രീതിയിൽ ഭാവനയ്ക്കൊത്ത് മനസ്സിലിങ്ങനെ നെയ്ത് കൂട്ടിയിട്ട് അവർ എന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വളരെയധികം നന്നായിട്ട് അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ വളഞ്ഞ് സംഭവം സെറ്റാണ്. ഇവിടെ ഈ ഒരു സ്ത്രീയുടെ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അപമാനം നേരിട്ടെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. ഷിംജിതയെ പോലെ റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു, മറ്റത് കാണിച്ചു, മറിച്ചത് കാണിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞു. ഇവർ നിൽക്കുന്ന നാടേതാ? ഇവിടെ തിരുവനന്തപുരത്തോ അതുപോലെ മറ്റേ കേരളത്തിൻ്റെ അകത്തോ നമ്മുടെ ഈവൻ ഇന്ത്യയിൽ പോലുമല്ല, ജോർദാൻ എന്നുള്ള മറ്റൊരു രാജ്യത്ത് നിൽക്കുന്നു. ആ രാജ്യത്തുള്ള ഒരുത്തൻ ഇതുപോലെ യാത്രയുടെ ഭാഗമായിട്ട് കുറേ ദൂരം ഇങ്ങ് വന്ന് ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഈ സ്ത്രീ അവിടെ കിടന്ന് ആക്രോശിച്ച് ബഹളം വെച്ച് അവരുടെ വഴക്കുണ്ടാക്കി വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ അവൻ്റെ ആ സമയത്തുള്ള ഇതിൽ അവിടെ എന്ത് ചെയ്താൽ എങ്ങനെ അറിയും? നമ്മളൊരു മാന്യമായിട്ട് കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുക, ലോജിക്കലി ചിന്തിക്കുക. ആ സിറ്റുവേഷൻ അവരവിടെ കവർ ചെയ്ത് നിൽക്കുന്നത് തന്നെ വലിയൊരു കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Rename Abdullah. ഓ, അബ്ദുള്ള എന്നാണ് റിയൽ നെയിം. നല്ല പേരും വെച്ചിട്ട് അങ്ങനെ വയറില് ചെയ്ത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. അതിൻ്റെ മോൻ വേറെ വഴിയില്ല എനിക്ക്. ഇവിടെ ഇവരെ ഇപ്പം പലരും പറയുന്നു എങ്ങനെയാണ് ഈ കഴുതപ്പുറത്ത് വെച്ചൊക്കെ അങ്ങനെ ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഷിംജിതയുടെ വിഷയം ഒരു ദീപക്കിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലത്തെ ചില സംഭവങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതായത് നടക്കാറുണ്ട്. ആ സംഭവങ്ങളൊക്കെ പലയിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും അറിയില്ല, ഇതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഇവിടെ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ യാത്ര ചെയ്യുന്ന സ്ത്രീകളോട് ചോദിച്ചാൽ മതി, പെൺകുട്ടികളോടൊക്കെ ചോദിച്ചാൽ മതി, വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. അങ്ങനെ ദുരനുഭവങ്ങളൊക്കെ ഒരുപാട് പേര് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഷിംജിത ചെയ്ത കാര്യത്തിനെക്കുറിച്ച് നമ്മളിവിടെ ഒരിക്കലും അത്തരത്തിലുള്ള ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവരെ പോലത്തെ കാര്യങ്ങൾക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാണ് ഏറ്റവും രസം. ഇവിടെ അതാ പറഞ്ഞ് ചില ആൾക്കാർ വളരെ ജെന്യൂനായിട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുന്ന സമയത്ത് അപ്പോഴെല്ലാം മറ്റ് ഈ ഫേക്കായിട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ റീച്ചിന് വേണ്ടിയിട്ടോ സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്ത ആൾക്കാരുടെ ഒരു കാര്യം വെച്ചിട്ട് ഇവരുടെ അവർ പറയുന്ന ആ ഒരു വാക്കുകളുടെ അവരുടെ ആ ഒരു ഡെപ്തിനെ, അവരുടെ ഇമോഷണൽ ആ ഒരു ഡാമേജിനെ സത്യം പറഞ്ഞാൽ കൊന്നുകളയുന്നൊരു പരിപാടിയുണ്ട്. ഇവിടെ എനിക്കതാ മനസ്സിലായത്. ഒരു വേറെ രാജ്യത്ത് നിൽക്കുക, അവിടെ കൊണ്ടുപോയി കമൻറ്റ് ബോക്സുകൾ കണ്ടപ്പോഴാണ് രസം. നീ കണ്ടെങ്കിൽ ചില മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ മതപരമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ കണ്ടവൻ്റെ കൂടെ പോയിട്ടല്ലേ, ഒരു പരപുരുഷൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മതപരമായ ചിട്ടയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മൊബൈൽ ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ, യൂട്യൂബിലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ, സിനിമ കാണാൻ വേണ്ടിയിട്ട്, പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇങ്ങനെ 100,000 ചോദ്യങ്ങളുണ്ട്. കാലഘട്ടം മാറുന്നു, അതിനനുസരിച്ചിട്ട് പരിവർത്തനപ്പെടാനും പരിഷ്കരിക്കപ്പെടാനും എല്ലാ പരിപാടികളിലും മാറ്റം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവരവസ്ഥ ആർക്കും കൊടുക്കരുത്. നാട്ടിൽ വരികയാണെങ്കിൽ ഞാൻ
ചെറുട്ട് പൊളിച്ചാണ് ഈ വഴി കണ്ടു കഴിഞ്ഞാൽ Behind you. Look there. അവൻ 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 അവ അവളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവളെന്ന് ഞാൻ പറഞ്ഞു, സോറി, അങ്ങനെ പറഞ്ഞ തെറ്റ് ക്ഷമിക്കണം. ആ സ്ത്രീയെ വളരെ മോശമായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ബാഡ് ടച്ച് അല്ലെങ്കിൽ എന്തോ ഒരു സംതിങ് അവിടെ നടക്കുന്നുണ്ട്. അല്ലാതെ ഒന്നും ഒരു സ്ത്രീക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ്. ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം. ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത്. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കേണ്ടി വരും. എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സീരിയസ്ലി ഇത് വിശ്വസിക്കാതിരിക്കാൻ ഒരു മാർഗ്ഗവുമില്ല. ഒരിക്കലും ഇത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യവുമില്ല. അവർ മറ്റൊരു രാജ്യത്താണ്, അവരകപ്പെട്ടു പോയി ഒറ്റയ്ക്ക്. അവരെന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതാണ് പലരുടെ ചോദ്യം. റീച്ചില്ലാത്ത കുറേ വീഡിയോസ്, ഞാൻ അവരുടെ കുറേ വീഡിയോസ് ഇവർ റീച്ചിൻ്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കോപ്രായം കാണിക്കുന്ന ഒരാളാണെന്ന് അറിയാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം മൊത്തം തപ്പി. അതിനകത്ത് എങ്ങും ഈ പറയുന്ന തരത്തിലേക്കുള്ള ഒരു ഉടായ്പ പരിപാടികളിലൂടെ അവർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എനിക്ക് ആ ഒരു സംഭവങ്ങൾ നോക്കിയതിലൂടെ കിട്ടിയിട്ടില്ല. കുറച്ചധികം സമയം ഇരുന്ന് കുത്തിയിരുന്ന് നോക്കി, ഒന്നുമില്ല. കുറേ അധികം സംഭവങ്ങൾ ഞാൻ കുറച്ച് സേവ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ബട്ട് അതിനകത്തൊന്നുമില്ല. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞ് ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ തനിക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടുണ്ട്. തൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഒരാൾ തന്നെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്നത് പോലും പലർക്കും പല രീതിയിലാണ്. ചിലരൊക്കെ പെട്ടെന്ന് കയറി ഇങ്ങനെ റിയാക്ട് ചെയ്യും, ചിലർക്ക് അത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം മറ്റൊരു രാജ്യമാണ്. അപ്പോൾ ആ റിയാക്ഷൻ അവർക്കില്ലാതായപ്പോയപ്പോഴേക്കും തൻ്റെ മുമ്പിൽ തനിക്കെതിരെ ഒരു നടക്കുന്ന സമയത്ത് തനിക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് ശേഷം പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു ഭയത്താൽ ഒരു സ്ത്രീ അവിടെ ഹെൽപ്ലെസ് ആവുന്ന സമയത്ത് അവർ റീച്ചിനാണെന്ന് നമ്മൾ എങ്ങനെ പറയും? അതല്ലെങ്കിൽ നമ്മൾ തെളിവ് നിരത്തി പറയണം ഇവർ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ള കാര്യം. ഇവർ തെളിവ് നിരത്താൻ വേറൊന്നും വേണ്ട. ഈ മറ്റേ ഷിംജിതയുടെ സംഭവത്തിൻ്റെ അകത്ത് നമ്മൾ പോയിക്കഴിഞ്ഞാൽ ഇതെല്ലാ കാര്യങ്ങളും അതിനകത്ത് പലതും ഉടായ്പകളിലൂടെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അത് കാണുന്ന മുൻകാല വീഡിയോസ് ഒക്കെ എടുത്തറിയാം. ഇവിടെ കൂടെയെങ്കിലും റീച്ച് വേണം, അതാണ് സംഭവം. ഇവിടെ അവർ വീഡിയോസ് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് പല യാത്രകൾ ചെയ്തതും പല ഫുഡ് കഴിക്കുന്നതും പല സുഹൃത്തുക്കളോടൊക്കെ ഉള്ള വീഡിയോസ് കണ്ടു. അതിനകത്തൊന്നും എനിക്ക് വേറെ അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആൾക്കാരെ എന്താണ് അവരെ ഇങ്ങനെ നോക്കിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊന്നും അവിടെ കാണിക്കുന്നില്ല. ജോർദാനിൽ പോയി എനിക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുത്, അതാ സംഭവം. താൻ ഒറ്റയ്ക്ക് പോയി യാത്ര ചെയ്തു. ഇപ്പോൾ അരുണിമ എന്ന് പറയുന്ന ഒരു വ്ളോഗറുണ്ട്, പുള്ളിക്കാരി ട്രാവൽ, അരുണിമ ബാക്ക് പാക്കർ അരുണിമ മുൻ ഒരു ഇഷ്യൂവിൽ വിമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം അരുണിമ മറ്റൊരു രാജ്യത്ത് പോയ സമയത്ത് ഒരുത്തൻ കാറിൻ്റെ അകത്ത് വെച്ച് ചില പരിപാടി കാണിച്ച സമയത്ത് അരുണിമ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വിഷമിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാനത് ആ കുട്ടി ചെയ്ത ആ ഒരു കാര്യത്തിന് അഥവാ അവരനുകൂലിച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്ത ഒരാളാണ്. കാരണം മറ്റൊരു രാജ്യത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു അന്യായം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് വേണം. അത് നമ്മുടെ നാട്ടിൽ നിന്നല്ല, ഏത് നാട്ടിൽ നിന്ന് പോയാലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു നാട്ടിൽ പോയപ്പോൾ നമ്മുടെ ഈ ഒരു മലയാളിയായ ഒരു സ്ത്രീ ഒരു സംഭവിച്ചു, അവർക്ക് ആ ഒരു കാര്യം കണ്ടപ്പോൾ അവൾ റീച്ചിന് വേണ്ടിയിട്ടാണ്, അവൾ ഷിംജിതയെ പോലാണെന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ആരോപിക്കാൻ വേണ്ടി നമുക്ക് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? പല ആൾക്കാരുടെ കമൻറ്റ് കണ്ടാൽ തന്നെ അറിയാം. അതിനകത്ത് ബഹുഭൂരിപക്ഷം കമൻറ്റുകളും അതിനകത്ത് ഇവർ ഈ പരപുരുഷൻ്റെ കൂടെ മറ്റൊരു പുരുഷൻ്റെ കൂടെ യാത്ര ചെയ്തെന്നൊക്കെ പറഞ്ഞാണ്. ഇത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നവർ ചിന്തിക്കണം. യൂട്യൂബ് നിരോധിച്ചാൽ ലോകത്ത് തൊഴിൽരഹിതയുടെ എണ്ണം 80% ആകും. അവളുടെ അവസ്ഥ കൃത്യമായും വ്യക്തമായും കാണിക്കുന്നുണ്ട്. അവളുടെ മുഖം കണ്ടാലും മനസ്സിലാകുന്നത് സത്യം. മുഖം കണ്ടാലും മനസ്സിലാക്കാൻ കഴിയാത്ത പിന്നെ എന്താ പറയാം? ഒരു ഷിംജിത കാരണം ഇനി ആരും വിശ്വസിക്കില്ലടോ. ശരിക്കും ഒരു ദുരവസ്ഥ ഉണ്ടായാൽ ആരും വിശ്വസിക്കില്ല. സത്യമാണ്. ഈ ഷിംജിതയുടെ കാരണം കൊണ്ട് സമൂഹത്തിൽ സ്ത്രീകൾക്ക് സംഭവിച്ചിരിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. ഒരു ഷിംജിതയെ കാരണം നമ്മൾ മൊത്തത്തിലുള്ള സ്ത്രീകളുടെ ഇടയിലേക്കാണ് സ്ത്രീകളെല്ലാം മോശപ്പെട്ടവരെന്ന് പറയുന്നത്. ഈ സ്ത്രീ വിരോധം ഈ കാരണം കൊണ്ട് സ്ത്രീ വിരോധമല്ല വരേണ്ടത്. കാരണം നമുക്ക് അമ്മയുണ്ട്, സഹോദരിയുണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്, നമുക്ക് സഹോദരിമാരൊക്കെ ഉണ്ട്, നമ്മുടെ ചുറ്റുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. അപ്പം ഒരു ഷിംജിതയെ പോലാണോ ഈ പറഞ്ഞ എല്ലാ സ്ത്രീകളും? അല്ലല്ലോ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗോവിന്ദച്ചാമി ഒരു പരിപാടി ചെയ്തു, ഇവിടുത്തെ എല്ലാ ആൺവർഗവും ആൺവെറുപ്പിന് വിധേയപ്പെടേണ്ട ആൾക്കാരാണോ? അല്ല. അതാ പറഞ്ഞ് ചില ആൾക്കാർ ചില കാര്യങ്ങൾ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള പെണ്ണുങ്ങൾ മൊത്തം മോശം, അല്ലെങ്കിൽ ലോകത്തുള്ള ആണുങ്ങൾ മൊത്തം മോശം. ഇത് എന്താ പറയുക, ഈ ചില അട്രോസിറ്റികളുണ്ട്, ചില ഭയങ്കരമായിട്ടുള്ള ചില തത്വജ്ഞാനികളുടെ ചില പരിപാടികൾ കാരണം മനസ്സിലാവുന്നുണ്ട്. അവർ പുരോഗമനം എന്ന് പറയും, എന്നിട്ട് ഏറ്റവും കൂടുതൽ മാൻ ഹേറ്റ് ഉണ്ടാക്കും, ആണുങ്ങളോടുള്ള വെറുപ്പുണ്ടാക്കും. അതോടൊപ്പം തന്നെ ആണുങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ള കാരണത്താൽ സ്ത്രീകൾക്ക് എതിരെ വെറുപ്പുണ്ടാക്കും.
എന്തിനിങ്ങനെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കണം? അതിൻ്റെ ആവശ്യം എന്താണ്? ഈ സ്ത്രീക്ക് ഉറപ്പായിട്ടും അവർക്കുണ്ടായിട്ടുള്ളത് വളരെ ദുരന്തപരമായിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ ആ ഒരു ഷിംജിതയുടെ പേരും വെച്ചുകൊണ്ട് ഈ സ്ത്രീ അപമാനിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ വിമർശിക്കേണ്ട സ്ഥലങ്ങളിൽ വിമർശിക്കുക, അതിനപ്പുറത്തേക്ക് മറ്റൊരു രാജ്യത്ത് പോയി മറ്റൊരുത്തൻ്റെ കൂടെ ഒരു നാട് കാണാൻ വേണ്ടിയിട്ട് പോയി പല രാജ്യങ്ങളിൽ യാത്ര ചെയ്ത സ്ത്രീക്ക് ദുരന്തമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് അവർ കണ്ണുനീരോടൊന്ന് പറയുന്നു, വേറെ ആർക്കും ഇനി സംഭവിക്കരുത്. അതിനെ നമ്മൾ എന്തിനാണ് നമ്മളിങ്ങനെ കളിയാക്കണം? ഞാൻ ഇവിടെ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയതല്ല, വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ വാദി മൂസ എന്നുള്ളൊരു സ്ഥലത്താണുള്ളത്. ഞാൻ രാവിലെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി. അപ്പം ഇതാണ് സംഭവം. ഞാൻ അവരുടെ ഫേസ് കണ്ടറിയാണ്. അവർക്കത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് അവർക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യമായതുകൊണ്ട് ഒന്നും ചെയ്യാനോ പറ്റാത്തതിൻ്റെ എല്ലാ വിഷമവും അവർക്ക് അകത്തുണ്ട്. അത് നമ്മുടെ നാട്ടിലെ പോലെ ആയാലും ചിലപ്പോൾ അവർ പിടിച്ചൊരു അടിയും കൊടുത്തേനെ. മനസ്സിലാകുന്നത് മറ്റൊരു രാജ്യമാണ്. അതിനകത്ത് വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇനി അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ആ നാട്ടിൽ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്ന്. അതും ഈ ട്രാവലറായിട്ട് നടക്കുന്നവർക്ക് അതിൻ്റെ പുറകെ നടക്കാനുള്ള സാഹചര്യം സമയം ഉണ്ടാകുമെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇത് ഇവരുടെ കുറെ നാളിന് മുമ്പ് നല്ല അടിപൊളി മരിച്ചിനി പുഴുങ്ങിയതും കാണാവാ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണാവാന്നാ പറയുന്നത്. ഇത് പുഴുങ്ങിയതും എന്ത് വേണമെന്നറിയോ, ഇതുപോലൊക്കെയുള്ള വീഡിയോസ് ആണ് ഉള്ളത്. ജന്ന ഷെസുവിന്റെ ഓക്കെ, അവർ ഈ പറഞ്ഞ കണക്കിന് ഇച്ചിരി അടിപൊളി ഹാഷ് ഫിഷ് സെറ്റപ്പിലുള്ള കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് എന്താണ് എനിക്ക് ഒന്നും മോശമായിട്ട് തോന്നിയില്ല. ഇത് എൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. ഫുഡ് ഇതെല്ലാം എൻ്റെ കോപ്പിറൈറ്റ് സംഭവങ്ങളൊക്കെ വരും. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഫോട്ടോ ഫ്രെയിമിന്റെ പല അഭിനയിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ആളുടെ ഒരു ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ വന്നിട്ട് അയാളൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷം വന്ന് പറയുമ്പോൾ അവസാനം അതിനെ മുഖവിലേക്ക് എടുക്കാതെ പോകുന്ന സമയത്ത് അയാൾ പോയിട്ട് പിന്നെ അവസാനം വല്ല എടുത്ത് അല്ലെങ്കിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ പറയും സത്യമായിരുന്നു പറഞ്ഞത്. എനിക്കെന്തായാലും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇവരെ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്നെങ്കിൽ അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺ കൂടെ പറയണം, അല്ലെങ്കിൽ തെളിവുകളൂടെ പറയണം. അവിടെ ഞാൻ തുടക്കത്തിൽ തന്നെ കാണിച്ചു ആ കഴുതയുടെ പുറത്ത് ഇരിക്കുന്ന സ്പേസ് എത്രയുണ്ടെന്ന്. ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ള സ്പേസ് കുറച്ചധികം ദൂരം നടന്ന സമയത്ത് മറ്റേ ആളും കൂടെ പറയും ചിലപ്പം ഞാനും കൂടെ ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്, അപ്പം കാല് കഴിക്കുന്നോ അല്ലെങ്കിൽ വളരെ ഫണ്ണായിട്ടും വളരെ നല്ല കമ്പനിയായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരുടെ ആ തലയിലിരുന്ന ആ ഒരു കണ്ണട അയാൾക്ക് ഊരി കൊടുത്തത്. അത് നല്ലൊരു മെൻറ്റാലിറ്റി അടിസ്ഥാനത്തിൽ കൊടുത്ത സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ചില സ്ത്രീകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രീ ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ട് ഇവർ മറ്റേ കേസാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ കൊടുത്തപ്പോൾ തന്നെ ഇവൻ വിചാരിച്ചിട്ടുണ്ടായി ഇവള് ഇതായിപ്പോയി. ആ സമയം മുതൽ അവരങ്ങോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങി. അവൻ്റെ ഏറ്റവും വൃത്തികെട്ടവനാണെന്ന് തെളിയിക്കുന്നതാണ് അവൻ അവരുടെ നിക് നെയിം അവരോട് പറഞ്ഞത്. ആ ഒരു നിക് നെയിമിൽ തന്നെ അവൻ എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് എക്സ്പോസ്ഡ് ആവുന്നുമുണ്ട്. സോ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്ത്രീ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ എല്ലാം പറയുമ്പോഴേക്കും കണ്ട ഷിംജിതമാരുടെ പേരും വെച്ചുകൊണ്ട് നമ്മൾ ഇത് പറയാൻ വേണ്ടിയിരുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന സ്ത്രീകളടക്കം അവർക്ക് എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരോടും പറയത്തില്ല. എന്താ ആണുങ്ങളെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആണോ? ഈ സ്ത്രീ ഷിംജിതയെ പോലുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നമ്മുടെ സൈനൈഡ് ജോളിയെ പോലുള്ള കുറേ ആൾക്കാരുണ്ട്. അതുപോലുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ അമ്മയുടെ സഹോദരിയുണ്ട്, ഇവരെല്ലാവരും മോശമാണ് അല്ലല്ലോ. അതുപോലെ തന്നെ ആണുങ്ങളിലെ ഗോവിന്ദചാമിയുണ്ട്. ചാമിയെ പോലത്തെ മനോവൈകൃതമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ. അപ്പോൾ ആൺഭാഗത്തും പെൺഭാഗത്തും ഈ പറഞ്ഞ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള കുറച്ചധികം ആൾക്കാരുണ്ട്, കുറച്ച് പേരുണ്ടല്ലോ. അപ്പം അവരെ നമുക്ക് മാറ്റി നിർത്താം. ബാക്കിയുണ്ടല്ലോ നല്ല ആൾക്കാരില്ലേ. അത് ആ സ്ത്രീകളും ചിന്തിക്കണം, അതുപോലെ തന്നെ പുരുഷന്മാരും ചിന്തിക്കണം. അല്ലാതെ ആൺവെറുപ്പും പെൺവെറുപ്പും കൊണ്ട് നടന്നിട്ട് ആരെങ്കിലും എന്താണ് അവരുടെ ഒരു വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കോസിന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് അവരെ പരിഹസിക്കുക, അവരെ കളിയാക്കുക, നീ റീച്ചിന് വേണ്ടിയിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന ഒരു സമൂഹം മറ്റൊരു സമൂഹമുണ്ട്. അവർക്ക് എവിടെയെങ്കിലും വെച്ചൊരു അതിക്രമം നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ തുറക്കത്തില്ല. പിന്നെ ആരോട് പറയും? പിന്നെ ഒന്നും പറയാതെ പോയിട്ട് വല്ലതും ചെയ്യും, എന്നിട്ട് പറയും. സോ ഗൈസ്, എൻ്റെ ഒപ്പീനിയൻ അല്ല, എൻ്റെ ഉറച്ച ഒരു വിശ്വാസം ആ സ്ത്രീ അവിടെ അതിക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഇതും കണ്ടിട്ട് കുരുവും പൊട്ടു. കാരണം താളം അടിച്ചല്ലോ അല്ലേ, എന്താണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ സംസാരിച്ച എൻ്റെ ബോധ്യമാണ്. അടുത്തൊരു വീഡിയോ കാണുക ഗൈസ്, ബൈ.